DGP MR അജിത്കുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പുറത്തുവരുന്നുണ്ട്. അതിനിടെ RSSുമായുള്ള ADGP MR അജിത്കുമാറിന്റെ കൂടിക്കാഴ്ച DGP നേരിട്ട് അന്വേഷിക്കും. ദത്താത്രേയ ഹൊസബല്ല, റാം മാധവ് എന്നിവരെ ADGP കണ്ടത് 10 ദിവസത്തെ ഇടവേളയിലാണ്. അതിനിടെ ശബരിമലയിൽ MR അജിത്കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന വിമർശനമുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച ആരോപണം ഉയർന്നിരിക്കുന്നത്. MR അജിത്കുമാർ സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല രാഷ്ട്രീയ അട്ടിമറിയും നടത്തിയിട്ടുണ്ടെന്ന് PV അൻവർ MLA ആരോപിച്ചു. ADGP അജിത്കുമാർ ചുമതലയിൽ നിന്ന് മാറിയാൽ കൂടുതൽ പേർ തെളിവുകളുമായി രംഗത്ത് വരും. ADGPയെ ഇന്റലിജൻസ് നിരീക്ഷിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും മലപ്പുറം SP സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ 3 ആളുകളാണ് അതിൽ വർക്ക് ചെയ്തത്. ആ 3 ആളുകൾക്ക് വലിയൊരു മാറ്റം വന്നിട്ടില്ല. ആരെ ഫോണും ചോർത്തന്നു. കോടികൾ മുടക്കിയ ATSന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇവിടുന്ന് ഈ ചങ്ങാതി ഹൈദരാബാദിലേക്ക് പോയല്ലോ. മറ്റേ നമ്മളെന്താണ് താനൂർ കേസ് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ പോയി 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ATSന്റെ തലവൻ ഈ ചങ്ങാതി ആര് സുജിത് ദാസ്. ഇതാണ് ഇതിലെ ഭയങ്കര സംഭവം. ഇപ്പൊ ഈ ഇങ്ങോട്ട് ആലപ്പുഴ പത്തനംതിട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് വരെ ഈ പറയുന്ന 5-6 മാസങ്ങള് ഈ ATSൽ ഇരിക്കുക. അതിന്റെ ഫോൺ കോൾ തന്നെ അതിൽ പറയുന്നുണ്ട്. സാറേ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇവിടുന്ന് പോയി ഹൈദരാബാദിൽ പോയി പിന്നെ വന്ന് ഞാൻ ആ ATSന്റെ മൂലക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ 3 മാവോയിസ്റ്റുകളെയും പിടിച്ചു കൊടുത്തു. എന്റെ ഫോൺ കോൾ നിങ്ങൾക്ക് കേൾക്കാം. ഈ ചങ്ങാതിയായിരുന്നു ഈ പറയുന്ന ATS ഇന്റലിജൻസ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഫോൺ സംഭാഷണം ചോർത്തിയെന്നാണ് PV അൻവർ ആരോപിച്ചത്. അരീക്കോട് MSP ക്യാമ്പിലുള്ള ATSന്റെ സംവിധാനം വഴിയാണ് ഫോൺ സംഭാഷണം ചോർത്തിയതെന്നും PV അൻവർ ആരോപിച്ചു. അതിനിടെ ഈ പ്രമാദമായ പല കേസുകളും അട്ടിമറിക്കാൻ ADGP MR അജിത്കുമാർ കൂട്ടുനിന്നുവെന്നും PV അൻവർ ആരോപിക്കുന്നു. ഇനി ADGP അജിത്കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ PV അൻവറിനെ കുരിക്കാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയണം, ഈ തെളിവുകൾ PV അൻവറിന്റെ കയ്യിലൊന്നുമല്ല. നാളെ PV അൻവറിന് എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല. അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അനുമോദ്, ഓരോ ദിവസവും PV അൻവർ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുകയാണ്. കഴിഞ്ഞ ദിവസം അൻവറിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. എല്ലാ തെളിവുകൾ സഹിതം താൻ ആരോപിച്ച കാര്യങ്ങളൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയെന്ന് തുറന്നു പറഞ്ഞുവെന്ന് അൻവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും പുതിയൊരു ആരോപണം, അതായത് 2 വിഷയമാണ്. MR അജിത്കുമാറിനെതിരെ, അതോടൊപ്പം മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പുതിയ ആരോപണമാണല്ലോ അജിത്കുമാറിനെതിരെ ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. അതായത് പല പ്രമാദമായ കേസുകളും അട്ടിമറിക്കാൻ കൂട്ടുനിന്നു. ഈ ADGPയെ ഇന്റലിജൻസ് നിരീക്ഷിക്കണമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അടക്കം തൃപ്തിയില്ല എന്നാണോ അൻവർ പറഞ്ഞു വെക്കുന്നത്? അനുമോദ്, ടോം, ADGP അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് ശരിയാവണ്ണം അന്വേഷിക്കാൻ കഴിയില്ല എന്നാണ് PV അൻവർ വ്യക്തമാക്കിയത്. അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയെ താൻ നേരിട്ട് കാണും, അദ്ദേഹത്തെ ഈ ക്രമസമാധാന ചുമതല നീക്കണം എന്ന കാര്യം മുഖ്യമന്ത്രിയോട് നേരിട്ട് അഭ്യർത്ഥിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹം ക്രമസമാധാന ചുമതല ഉള്ളിടത്തോളം കാലം കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിക്കാൻ കഴിയണമെന്നില്ല. അത് ഗതി തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്, വഴി തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തെ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചാർജിൽ നിന്ന് നീക്കിയേ തീരൂ എന്ന ഒരു ആവശ്യമാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഗുരുതര
മറ്റു ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ADGP അജിത് കുമാറിന് BJP RSSുമായിട്ടാണ് ബന്ധം. പല കേസുകളും ഗതി തിരിച്ചുവിടാൻ അല്ലെങ്കിൽ വഴി തിരിച്ചുവിടാൻ അജിത് കുമാർ ശ്രമിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഈ ഉപദ്രവം എങ്ങനെ ഉണ്ടാക്കാം എന്ന കാര്യത്തിലാണ് അജിത് കുമാർ ശ്രദ്ധ നടത്തുന്നത്. എങ്ങനെ ഈ സർക്കാരിന് നേട്ടമുണ്ടാകും, അതായത് ചില കേസുകൾ അന്വേഷിച്ച് ഇടതുപക്ഷ സർക്കാരിന് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അത് അജിത് കുമാർ RSSന് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് ഗതി തിരിച്ചുവിടുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ അജിത് കുമാറിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ സുജിത് ദാസിനെതിരെയും അദ്ദേഹം കൂടുതൽ ചില ആരോപണങ്ങൾ, പുതിയ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചു. അദ്ദേഹം അരീക്കോട് ATSന്റെ, അതായത് MSPയുടെ ഒരു വിഭാഗമുണ്ട്, അവിടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ മേഖലയിൽ നിന്ന് ഫോൺ ചോർത്തൽ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ചുമതല ഈ സുജിത് ദാസിനായിരുന്നു. പല നിർണായക ഫോൺ കോളുകളും പല ഉന്നതരുടെയും ഫോൺ കോളുകളും ഇവിടെ നിന്ന് ചോർത്തുന്നുണ്ട്. ഇത് സ്വർണ്ണക്കടത്തുകാർക്ക് സഹായിക്കാനും അതേപോലെ സ്വർണം കടത്തുന്നത് പുറത്തെത്തിച്ചാൽ അത് പുറത്തു കൊണ്ടുപോകുന്നത് തടഞ്ഞ് വീണ്ടും തിരിച്ച് മറ്റ് സ്വർണ്ണക്കടത്തുകാർക്ക് മറിച്ചു കൊടുക്കാനും ഒക്കെ ഈ ഫോൺ സംഭാഷണം ചോർത്തി നൽകുന്നു എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചു. അതായത് ഫോൺ സംഭാഷണം ചോർത്തലും ADGP അജിത് കുമാറിനെതിരെയുള്ള ആക്ഷേപങ്ങളുമാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ടോം. അനുമോദ്, അതോടൊപ്പം PV അൻവർ നേരത്തെ പറഞ്ഞ കാര്യം അനുമോദ് നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ട്. ADGPയെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി തന്നെ അന്വേഷണം വേണമെന്ന്. ഇക്കാര്യം നേരത്തെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. തുടക്കം മുതൽ തന്നെ PV അൻവർ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ തത്സ്ഥാനത്ത് തന്നെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ളവർ അന്വേഷണം നടത്തുന്നു. അവിടെ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ വസ്തുതയിലേക്ക് കാര്യങ്ങൾ പോകില്ല. അജിത് കുമാറിനെതിരെ ഒരു നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കില്ല എന്ന് അൻവർ പരാമർശിക്കുന്നുണ്ട്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇനി മുഖ്യമന്ത്രിയെ വീണ്ടും സമീപിക്കാൻ പോകുന്നു. ഇത് മുഖ്യമന്ത്രി ഈ PV അൻവറിന്റെ ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഈ ADGPയെ MR അജിത് കുമാറിനെ ഈ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് അൻവറിന് അക്കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ടോ അനുമോദ്? അൻവറിനോട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താൻ ഈ രാഷ്ട്രീയമായിട്ടൊന്നും പറയുകയില്ല എന്നാണ് പറയുന്നത്. അതായത് അജിത് കുമാറിനെ മാറ്റണമെന്ന് തന്റെ ആവശ്യമാണ്, അത് താൻ അറിയിക്കും. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ തനിക്ക് പറയാൻ കഴിയില്ല. താൻ ഒരു സ്വതന്ത്ര MLA ആണ്. അതുകൊണ്ട് തന്നെ താൻ പറയുന്നതെല്ലാം തന്റേതായ അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള തരത്തിലേക്ക് ഒരു ചായ്വ് വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. താൻ തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അൻവർ വ്യക്തമാക്കിയത്. തനിക്ക് പറയാനുള്ളത് താൻ പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ താൻ ഉന്നയിക്കുന്നത് ADGP അജിത് കുമാർ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഈ കേസ് അന്വേഷണം ശരിയാവണ്ണം നടക്കില്ല എന്ന വിശ്വാസത്തോടെയാണ്. അതുകൊണ്ടാണ് അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുഖ്യമന്ത്രിക്ക് നേരിൽ കണ്ടറിയിക്കാൻ വീണ്ടും പോകുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് ഇതിനോടകം ലഭിച്ച കൂടുതൽ തെളിവുകൾ, സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചും ഈ ഫോൺ ചോർത്തൽ സംബന്ധിച്ചും ഒക്കെ തനിക്ക് ലഭിക്കുന്ന തെളിവുകൾ മുഖ്യമന്ത്രിക്ക് വീണ്ടും കൈമാറുമെന്നൊരു സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് PV അൻവർ MLA തന്റെ പോരാട്ടവുമായി താൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളുമായി നീങ്ങാൻ തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. ADGP അജിത് കുമാറും സുജിത് ദാസുമാണ് ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ പട്ടികയിലുള്ളത്. പക്ഷേ ഇതിനപ്പുറം ഉദ്യോഗസ്ഥരുണ്ട്. അവരിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല, അവരുടെ പേരൊന്നും താനിപ്പോൾ പറയുന്നില്ല എന്നും PV അൻവർ MLA പറഞ്ഞു വെക്കുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ അജിത് കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അത് പുറത്തുവിടുക തന്നെ ചെയ്യുമെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണം നേരാവണ്ണം നടക്കണമെങ്കിൽ തോംസൺ ജോസ് വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, തന്റെ മൊഴി വൃത്തിയെ രേഖപ്പെടുത്തിയെന്നൊക്കെ അൻവർ പറയുമ്പോഴും ഈ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കപ്പെടണമെങ്കിൽ ADGP അജിത് കുമാർ ആ ക്രമസമാധാന ചുമതലയുടെ സ്ഥാനത്ത് നിന്നും മാറ്റിയേ തീരൂ. അതല്ലെങ്കിൽ അത് അന്വേഷണത്തെ സ്വാധീനിക്കാനും വഴിതിരിച്ചുവിടാനും സാധ്യതയുണ്ട് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് MLA ആയ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ടോം. തീർച്ചയായും അനുമോദ്, ഏറ്റവും ആദ്യത്തെ ദിവസം PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അന്ന് ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കീഴിൽ ഇതിൽ അന്വേഷണം നടത്തിയാൽ, MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരില്ല. അതുകൊണ്ട് തന്നെ റിട്ടയർഡ് ജഡ്ജി ഇക്കാര്യം അന്വേഷിക്കണമെന്ന്. പക്ഷെ പിന്നീട് അതിൽ നിന്നും മലക്കം പറയുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട, ഈ കേരള പോലീസ് തന്നെ ഈ വിഷയം അന്വേഷിച്ചാൽ മതി, നല്ല മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്നൊക്കെ. അത് എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് അൻവർ പിന്നെ മാറിയത്? കാരണം തുടക്കത്തിലൊരു
റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർത്തിയ അൻവർ ഇപ്പോൾ കേരള പോലീസ് തന്നെ ഇത് അന്വേഷിച്ചാൽ മതി, അത്രയ്ക്കും കേരള പോലീസിനെ വിശ്വാസമുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയില്ല അൻവറിന്. കാരണം അൻവർ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഈ MR അജിത് കുമാറിനെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ പല രീതിയിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടാകാമെന്നൊക്കെ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവനൊരു കേന്ദ്ര ഏജൻസിയോ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയോ ഒന്നും ഇത് അന്വേഷിക്കേണ്ട എന്ന നിലപാടിലേക്ക് അൻവർ എത്തിയത്? ഈ റിട്ടയർഡ് ജഡ്ജിയെ സംബന്ധിച്ച് പിന്നെ അൻവർ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ അത് നിരസിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യം കൂടുതലായിട്ട് ഉന്നയിക്കാത്തത്. രണ്ടാമതായത് കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കുകയാണെങ്കിൽ അത് MR അജിത് കുമാറിനെ സഹായിക്കാനേ ഉപകരിക്കൂ എന്നാണ് അൻവറിന്റെ നിരീക്ഷണം. കാരണം RSSും BJPയുമായിട്ട് വലിയ ബന്ധമാണ് ADGP അജിത് കുമാറിനുള്ളത്. അത് പലതവണ താൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അജിത് കുമാറിന്റെ ദോഷം വരുന്ന തരത്തിലേക്ക് ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അജിത് കുമാറിനെ ഈ ഒരു അന്വേഷണത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ വരാതിരിക്കും. അപ്പോൾ ഈ മിടുക്കരായ നല്ല ടീമിനെ വെച്ച് ഈ പറയുന്ന ആരോപണങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ താൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ തെളിവായിട്ട് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പക്ഷേ അതിന് കേന്ദ്ര ഏജൻസികളെ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികൾ എപ്പോഴും RSSനും BJPക്ക് അനുകൂലമായ നിലപാടാവും സ്വീകരിക്കുക. ADGP അജിത് കുമാർ ആകട്ടെ RSSനും BJPക്കും വളരെ പ്രിയപ്പെട്ടവനും വേണ്ടപ്പെട്ടവനുമായതിനാൽ കേന്ദ്ര അന്വേഷണം ഒരിക്കലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായകമാകില്ല എന്ന നിലപാട് തന്നെയാണ് PV അൻവർ MLA ഇന്ന് വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയത്. അൻവർ കൃത്യമായി പറയുന്നു, ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന്റെ സ്വാധീനം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഒരുക്കിയാൽ താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് കൃത്യമായി തെളിയിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ടോം, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.